അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളത്തെ നമ്മുടെ പരീക്ഷ കിതാബുൽ ഫിഖ് ആണ്. ഫിഖിന്റെ ഒരു ഫുൾ റിവിഷൻ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ വീഡിയോ കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഫിഖിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ശരിക്ക് ശരി അടയാളം നൽകാം. ഉത്തരം ഇവിടെയുണ്ട്. ശരിയായ ഉത്തരത്തിന്റെ നേരെ നമ്മൾ ശരി മാർക്ക് കൊടുത്താൽ മതി. എന്താണ് ഒന്നാമത്തെ ചോദ്യം? വുളൂഇന്റെ ഫർളുകൾ 5, 6 എത്രയാണ്? വുളൂഇന്റെ ഫർളുകൾ 6 ആകുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 എന്നുള്ളതിന്റെ നേരെ ശരി മാർക്ക് കൊടുക്കുക. രണ്ടാമത്തത്, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താ ചെയ്യേണ്ടത്? കുളിക്കണം, വുളൂ ചെയ്യണം. കുളിക്കണം, കാരണം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കുകയും ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ എടുക്കുകയുമാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തത്, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കുന്നതും അതിനാണ് എന്ത് എന്ന് പറയാ? തഹൂർ എന്ന് പറയുന്നത്. വെള്ളങ്ങൾ, വ്യത്യസ്ത തരം വെള്ളങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു? അതിൽ തഹൂർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളം, പുഴവെള്ളം പോലെ, മഴവെള്ളം പോലെ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാലാമത്തത്, വെള്ളം ഒലിപ്പിക്കേണ്ട അവയവം ഏതാണ്? തല, മുഖം. ഏതാണ്? മുഖം. മുഖമാണ് നമ്മൾ കഴുകേണ്ടത്. ആ കഴുകുന്ന സമയത്ത് വെള്ളം ഒലിപ്പിക്കണം. അടുത്തത്, നിയ്യത്ത് ഉച്ചരിക്കൽ. നിയ്യത്ത് പറയൽ സുന്നത്ത്, ഫർള്. എന്താണ്? നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്താണുള്ളത്. നിയ്യത്ത് മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. ഉച്ചരിക്കുക എന്നുള്ളത്, പറയുക എന്നുള്ളത് സുന്നത്താണ്. ആറാമത്തത്, കൈകാലുകൾ കഴുകുമ്പോൾ മുന്തിക്കണം. ഏത്? വലതിനെ മുന്തിക്കണം. ആദ്യം വലത് കൈ കഴുകുക, പിന്നെയാണ് ഇടത് കഴുകേണ്ടത്. അതുപോലെ കാല് കഴുകുമ്പോൾ ആദ്യം വലത് കാൽ കഴുകുക, പിന്നെ ഇടത് കാൽ കഴുകുക. അങ്ങനെ വലതിനെയാണ് മുന്തിക്കേണ്ടത്. ഇനി വേർതിരിക്കാം. താഴെ വുളൂഇന്റെ സുന്നത്തുകളും ഫർളുകളും മിക്സ് ആക്കി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വുളൂഇന്റെ സുന്നത്തുകളും ഫർളുകളും നമ്മൾ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് തന്നത്? മുഖം കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, മിസ്വാക്ക് ചെയ്യുക, ചെവി തടവൽ, തല മുഴുവൻ തടവുക, വഴിക്കു വഴിയായി ചെയ്യുക. ഇതിലേതെല്ലാമാണ് വുളൂഇന്റെ സുന്നത്തുകൾ? മിസ്വാക്ക് ചെയ്യുക, അതുപോലെ ചെവി തടവൽ, തല മുഴുവനും തടവുക. ഇത് മൂന്നും വുളൂഇന്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. ഇനി വുളൂഇന്റെ ഫർളുകൾ എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടത് എന്തെല്ലാമാണ്? മുഖം കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, വഴിക്കു വഴിയായി ചെയ്യുക. ഇത് മൂന്നും വുളൂഇന്റെ ഫർളുകളാണ്. ഇങ്ങനെ വുളൂഇന്റെ സുന്നത്തുകളും ഫർളുകളും വേർതിരിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത്, 2 വീതം എഴുതാം. നജിസല്ലാത്ത ശവങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ശവങ്ങളും നജിസാണ്. ഏതൊഴികെ? മനുഷ്യൻ, മത്സ്യം, അതുപോലെ വെട്ടുകിളി. ഇതിന്റെ ശവങ്ങൾ നജിസല്ല. അപ്പോൾ 2 എഴുതിയാൽ മതി. മനുഷ്യൻ, മത്സ്യം എന്ന് എഴുതിയാൽ മതി. രണ്ടാമത്തത്, വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? പെയിന്റ്, പശ, കട്ടിയുള്ള മൈലാഞ്ചി. ഇതൊക്കെ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കളാണ്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തത്, നിസ്കാരത്തിന്റെ ഷർത്തുകൾ. 5 ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതുക. അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവൽ, നജസിൽ നിന്ന് ശുദ്ധിയാവൽ, കിബിലക്ക് മുന്നിടൽ, ഔറത്ത് മറക്കൽ. അങ്ങനെ നിസ്കാരത്തിന്റെ ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി ഉത്തരം എഴുതുക. നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. രണ്ടാമത്തത്, നിസ്കാരത്തിന്റെ മുമ്പ് നജസുകളിൽ നിന്നും നമ്മുടെ എന്തെല്ലാം ശുദ്ധിയായിരിക്കണം? നമ്മുടെ വസ്ത്രം, നമ്മുടെ ശരീരം, നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം, ഇതെല്ലാം നിസ്കാരത്തിന്റെ മുമ്പ് നജസിൽ നിന്ന് ശുദ്ധിയാവണം. എന്തെങ്കിലും നജസുകൾ നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലോ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടെങ്കിൽ ആദ്യം അതിനെ നീക്കം ചെയ്യണം. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ശുദ്ധി 2 തരം. ഏതെല്ലാം? അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ, അതുപോലെ നജസിൽ നിന്ന് ശുദ്ധിയാവൽ. ഇതാണ് 2 തരം ശുദ്ധി. ഇനി നാലാമത്തത്, രക്തം കൊണ്ട് നജസായാൽ ശുദ്ധിയാക്കേണ്ട വിധം എങ്ങനെയാണ്? രക്തം എന്നുള്ളത് മുതവസ്സിത്തായ മീഡിയം ലെവലിലുള്ള നജസാണ്. അങ്ങനെ മുതവസ്സിത്തായ നജസ് ശുദ്ധിയാക്കേണ്ടുന്ന രൂപം എങ്ങനെയാണ്? അതിന്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകുകയാണ് വേണ്ടത്. അഞ്ചാമത്തത്, ഫർള് നിസ്കാരത്തിന് സമയമായ ശേഷമേ വുളൂ ചെയ്യാൻ പാടുള്ളൂ. ആര്? നിത്യ അശുദ്ധി ഉള്ളവർ. മൂത്രവാർച്ചക്കാരനെ പോലെ നിത്യ അശുദ്ധിയുള്ള ആളുകൾ
ഫർള് നിസ്കാരത്തിന് സമയമായ ശേഷമേ വുളൂ ചെയ്യാൻ പാടുള്ളൂ. ഇനി പൂർത്തിയാക്കാം. നിസ്കാരം ദീനിന്റെ തൂണാണ്. 2 വുളൂ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. 3 വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഫർളുകൾ. അതിനാണ് വുളൂഇന്റെ ഫർളുകൾ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. മുൻകൈ കഴുകുന്ന സമയത്ത് നമ്മൾ ഇത് ചൊല്ലണം. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. ഇനി ക്രമത്തിലാക്കുക. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സാലിഹീൻ. വുളൂഇന് ശേഷമുള്ള ദുആയാണ്. നിർബന്ധമായും ആ ദുആ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം, ചെയ്തിരിക്കണം. ഇതാണ് 3ാം ക്ലാസ്സിലെ ഫിഖ്ഹിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ. നിർബന്ധമായും എല്ലാ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കുകയും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നിർബന്ധമായും എഴുതി പരിശീലിക്കുകയും വേണം. പല വിദ്യാർത്ഥികൾക്കും ഉത്തരങ്ങൾ അറിയുന്നുണ്ട്, പക്ഷേ എഴുതാൻ അറിയാത്തതിൻ്റെ പേരിൽ മാർക്കുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നു. അതുകൊണ്ട് നിർബന്ധമായും എഴുതി പരിശീലിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.